കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കടം മാറാനുള്ള പല വിദ്യകള് പരീക്ഷിച്ച് വിജയിക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങളാണ്. നമുക്ക് കടം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന് പറ്റാത്ത ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ കടബാധ്യതകളൊക്കെ ഉണ്ടാവാം. ചില വീടിന്റെ സ്ഥാപനത്തിന്റെ ഒക്കെ വാസ്തുദോഷം കൊണ്ടൊക്കെ ഈ കടബാധ്യതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സമയദോഷം, കാലക്കേട് ദുരിതം എന്നൊക്കെ പറയത്തില്ലേ, കാലക്കേടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കടബാധ്യതകളൊക്കെ ഉണ്ടാവാം. എന്ത് വിഷയമായാലും കടബാധ്യത ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, ഇതിന് രക്ഷ നേടുക, മുക്തി നേടുക എന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലയോ? വീണ്ടും കടത്തിലോട്ട് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? കടത്തിൽ നിന്ന് രക്ഷയില്ലാത്തവർക്ക് രക്ഷ നേടാൻ പല കാര്യങ്ങളും പല ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം ഒന്നും പറ്റിയെന്ന് വരത്തില്ല. ഇപ്പൊ ഒരാൾക്ക് പനി വന്നു, ഒരു പാരസിറ്റമോൾ കൊടുത്തു, ഉദാഹരണം പറയാം. എല്ലാവർക്കും അത് പറ്റിയെന്ന് വരൂ. ചിലർക്ക് ഫലിക്കും, ചിലർക്ക് ഫലിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പല വിദ്യകളും പരീക്ഷിച്ച് തോറ്റുപോയവർക്ക് അല്ലെ വിജയിക്കാതെ പോയവർക്ക് വിജയിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ നമ്മൾ ഒന്നാമത്, നമുക്ക് പൂജാമുറി ഉണ്ടല്ലോ, എല്ലാവരുടെയും വീട്ടിൽ പൂജാമുറി കാണും. പൂജാമുറി നമ്മൾ രാവിലെ വിളക്ക് കത്തിക്കുമ്പോഴേ 21 ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെറിയ മൺചിരാതില് നിറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അതിന്റെ മുകളില് കർപ്പൂരം വെച്ച്, അതേ കല്ലുപ്പ് തന്നെ 21 ദിവസം നമുക്ക് കത്തിക്കാം. ഓരോ കർപ്പൂരം വെച്ച് നമുക്കത് കർപ്പൂരത്തട്ടം ഇല്ലെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ട് എല്ലാ ഭഗവാന്മാർക്കും അത് ഒഴിയാം. അത് ഒന്നാമത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, പുതിയൊരു കുടുക്ക എടുത്തിട്ട് നമുക്ക് വിശ്വാസമുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് കടം മാറണം എന്നുള്ള സങ്കല്പത്തില് നമുക്ക് ഒരു നുള്ള ഉപ്പും ഒരു നാണയവും എടുത്ത് തലയ്ക്ക് ഒരു 7 പ്രാവശ്യം എങ്കിലും ഒഴിഞ്ഞിട്ട് ആ പാത്രത്തിലിടാം. ഒരു നുള്ളു മതി. ഒരു കല്ലുപ്പാണ് ഏറ്റവും നല്ല കാര്യം. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ ആവണക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആവണക്കിന്റെ ഇല, അത്തിയുടെ ഇല, അരയാലില, ഇത് 3ഉം എടുത്തിട്ട് ഇതില് ഒരു നാണയം, ഒരു ശകലം പച്ചമഞ്ഞൾ, ഒരു ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ കുങ്കുമം, ഒരു നുള്ള, ഇത്രയും എടുത്ത് ഇത് കെട്ടണം. ഇത് കിഴി കെട്ടിയ ശേഷം ഒരു പട്ടിനകത്ത് പൊതിഞ്ഞ് പൂജാമുറിയിൽ സൂക്ഷിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നമ്മളിതെടുത്ത് നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തുറന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ലളിത സഹസ്രനാമം, ഒന്നീ സ്തോത്രമോ അല്ലെ നാമാവലിയാവും, ഏതെങ്കിലും ഒന്ന് ജപിക്കുക. അങ്ങനെ ഒരു 7 ചൊവ്വാഴ്ച അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഏറ്റവും അടുത്തുള്ള ഒഴുക്ക് വെള്ളത്തിൽ എവിടെങ്കിലും ഇത് ആ പട്ടും ബാക്കിയുള്ളതും കളയാം. ആ നാണയം മാത്രം അടുത്തുള്ള ക്ഷേത്രത്തില് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് എന്തെങ്കിലും വഴിപാട് നടത്താം. പിന്നീട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒരു 3 പിടി പച്ചരി മഞ്ഞ പട്ടില് കെട്ടിയിട്ട് നമ്മുടെ പൂജാമുറി കെട്ടി തൂക്കിയിട്ടേക്കുക. അത് ഒരു 41 ദിവസം അത് നോക്കിയിട്ട് ഗണപതി ഭഗവാന്റെ ഏതെങ്കിലും ഇഷ്ടമുള്ള മന്ത്രം 41 ദിവസം അടുപ്പിച്ച് ജപിക്കുക. ഇതിനിടയ്ക്ക് എന്ത് അശുദ്ധികൾ വരുവാണെങ്കിൽ ജപിക്കേണ്ട. അതിനുശേഷം നമ്മളത് നോക്കി ജപിച്ച ശേഷം അത് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്നുകിൽ അത് പൊടിച്ചിട്ട് കൊണ്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അതോട് ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തിട്ട് ഗണപതിക്ക് അതുകൊണ്ട് ഉണ്ണിയപ്പ നിവേദ്യം ഉണ്ടാക്കാൻ പറയുക. ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നമുക്ക് കടം മാറുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടുകളാണ്. പിന്നെയും അതിന്റെ കടം മാറാനുള്ള പൂജകളൊക്കെ ആണെങ്കിലുണ്ട്. മറ്റു ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫലവത്താവുന്ന പൂജകളൊക്കെയാണ് കുബേര പൂജ, അതുപോലെ തന്നെ അഷ്ടലക്ഷ്മി പൂജ, ലക്ഷ്മി വിനായക ഹോമം, ലക്ഷ്മി നരസിംഹ ഹോമം, വിഷ്ണു ലക്ഷ്മി പൂജ. അങ്ങനെ ഒരുപാട് പൂജാവിധികൾ നമുക്ക് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അത് കടം മാറുന്ന ഋണമോചനം മഹാലക്ഷ്മിയുണ്ട്, ഋണമോചന കുബേരയന്ത്രമുണ്ട്, ഋണമോചനം മഹാവിഷ്ണു യന്ത്രമുണ്ട്. അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിന്റെ ശക്തി വെക്കുന്ന ഉത്തമനായ ഒരു ആചാര്യനെ കൊണ്ട് വിധിപ്രകാരം എഴുതി ധരിച്ചു കഴിഞ്ഞാൽ കടബാധ്യതകളൊക്കെ മാറും. അപ്പം ഒരു വിദ്യകളും പരീക്ഷിച്ച് വിജയിക്കാത്തവർക്ക് ഇങ്ങനെയുള്ള വിദ്യകൾ ചെയ്ത് ഉണ്ടാവട്ടെ എന്ന് ദേവീനാമത്തെ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.